ഹലോ, നമുക്കപ്പോൾ അടുത്ത NCERT ചാപ്റ്റർ നോക്കാം. 6th തന്നെ ഭൂമി, കഥയും കാര്യവും. അപ്പോൾ ജോഗ്രഫിയിലേക്കല്ലേ നമുക്ക് വീണ്ടും പോവാം. BCE 2-ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന പട്ടണം. ജനങ്ങൾ എല്ലാവർക്കും ആഹ്ലാദത്തിമിർപ്പിലാണ്. കാരണം തങ്ങളുടെ രാജകുമാരൻ അയൽ രാജ്യത്തെ അതീവ സുന്ദരിയായ രാജകുമാരിയെ വിവാഹം ചെയ്ത് രാജ്യത്തേക്ക് എഴുന്നള്ളുന്ന ദിവസമാണ്. അവരെ വരവേൽക്കാൻ രാജവീതിയുടെ ഇരുവശങ്ങളിലും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. രാജകുമാരിയെ കാണുന്നതിനേക്കാൾ കൗതുകത്തോടെ അവരെ വീക്ഷിച്ചത് വിവാഹ സമ്മാനമായി ലഭിച്ച കുതിരയുടെ ഉടലും മനുഷ്യന്റെ തലയുമുള്ള കൂറ്റൻ സ്വർണ്ണ പ്രതിമ ആയിരുന്നു. ആഘോഷ ദിനങ്ങൾ അധികം നാൾ നിലനിന്നില്ല. ആ പട്ടണം അതിരൂക്ഷമായ ഒരു വരൾച്ചയിൽ പെട്ടു. വരൾച്ചയുടെ കാരണവും പ്രതിവിധിയും അറിയുന്നതിനായി രാജാവ് രാജ്യത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തു. രാജകുമാരന് വിവാഹ സമ്മാനമായി ലഭിച്ച സ്വർണ്ണ പ്രതിമ രാജ്യത്ത് കൊണ്ടുവന്ന ദൗർഭാഗ്യമാണ് വരൾച്ചയ്ക്കുള്ള കാരണമായി അവർ കണ്ടെത്തിയത്. പ്രതിവിധിയായി അവർ നിർദ്ദേശിച്ചത് സ്വർണ്ണ പ്രതിമയെ ഭൂമിയുടെ അറ്റത്ത് കൊണ്ടുപോയി താഴേക്ക് ഉപേക്ഷിക്കുക. അപ്പോൾ ഈ കഥയിൽ ഭൂമിയുടെ അറ്റത്ത് നിന്ന് താഴേക്ക് വലിച്ചെറിയുക എന്ന് പറഞ്ഞു. അതായത് വളരെ കാലം മുമ്പ് ആളുകൾ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്നാണ്. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള ധാരണകൾ പുരാതന കാലം മുതൽക്കേ ആളുകൾക്ക് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു. ഇനി ഭൂമിയുടെ ആകൃതി വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. BCE 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ തെയൽസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് കൊണ്ടുവന്നു. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഗ്രീക്ക് തത്വചിന്തകന്മാരായ പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ് ഭൂമിക്ക് ഗോളാകൃതിയുണ്ടെന്ന് സ്ഥാപിച്ചത്. ആ കാലഘട്ടത്തിൽ ഈ ആശയത്തോട് വളരെയധികം വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പിന്നീട് കോപ്പർനിക്കസ് ഈ ആശയത്തെ ശക്തമായി പിന്താങ്ങി. ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും ഉറച്ചു വിശ്വസിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മഗല്ലൻ എന്ന നാവികന്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. സർ ഐസക് ന്യൂട്ടൻ ഭൂമിക്ക് കൃത്യമായ ഗോളത്തിന്റെ ആകൃതിയില്ലെന്ന് കണ്ടെത്തി. ധ്രുവപ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം സ്വല്പം വീർത്തതുമായ ഗോളാകൃതിയാണെന്ന് അദ്ദേഹം സ്ഥാപിച്ചു. ഈ ഒരു ഷേപ്പിനെ നമ്മൾ ജിയോയിഡ് എന്നാണ് വിളിക്കുന്നത്. ജിയോയിഡ് എന്ന പദത്തിനർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടതല്ലേ. ഇനി അമ്പമ്പോ, എത്ര വലുതാണ് ഈ ഭൂമി? എത്ര വലുതാണ്? ഈ ഗോളത്തിന്റെ ചുറ്റളവ് ഏകദേശം 40,000 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ വലിപ്പം കണ്ടെത്തുവാൻ ആദ്യമായി ശ്രമിച്ചത് ആരാണെന്ന് വെച്ചാൽ BC 3-ാം നൂറ്റാണ്ടിൽ ഗ്രീക്ക് തത്വചിന്തകനായ ഇറാസ്തോസ്തനീസ് സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ചാണ് ഭൂമിയുടെ ചുറ്റളവ് 2,80,000 സ്റ്റേഡിയ, അതായത് ഗ്രീസിൽ അക്കാലത്ത് ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു യൂണിറ്റാണ് എന്ന് കണ്ടെത്തി. ഭൂമിയുടെ യഥാർത്ഥ ചുറ്റളവിനോട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഈ കണക്ക് അദ്ദേഹം കണ്ടെത്തിയത് ഇന്നത്തെ പോലെ സംവിധാനങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. ഇനി ഭൂമിയിലെ വരകൾ. ഭൂമിയിലെ വരകളാണ് അക്ഷാംശ രേഖകൾ. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുള്ള കോണീയ അകലത്തെ നമ്മൾ അക്ഷാംശം എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഓരോ കോണ അളവുകളും തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാകും. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നും ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുള്ള കോണീയ അകലത്തെ അക്ഷാംശം എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ഓരോ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിച്ചാൽ അക്ഷാംശ രേഖകളാവും. ഇനി അച്ചുതണ്ട്. ഒരു പന്തിന്റെ മധ്യഭാഗത്ത് കൂടി ഒരു ദണ്ട് കടത്തി പന്തിനെ ഒന്ന് കറക്കി നോക്കൂ. ഈ ദണ്ടാണ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അച്ചുതണ്ട്. അതുപോലെ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കൂടി കടന്നു പോകുന്ന ഒരു ദണ്ട് ഉണ്ടെന്ന് സങ്കല്പിക്കൂ. ഈ സാങ്കല്പിക ദണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട്.
ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്. ഇനി അക്ഷാംശ രേഖകൾ വരയ്ക്കുന്നതാണ് കൊടുത്താക്കുന്നത്. ഉള്ളുപൊള്ളയല്ലാത്ത ഒരു പന്തിനെ നെടുകെ ഛേദിച്ച് ഒരു പകുതി ലഭ്യമാകുന്ന വൃത്തത്തിൽ നമുക്ക് ഇങ്ങനെ കോണീയ മാപിനി ഉപയോഗിച്ച് കോണുകൾ രേഖപ്പെടുത്താം. അപ്പം അങ്ങനെ 0 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ അപ്പുറത്തും ഇപ്പുറത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെയാണ് നമ്മുടെ ഇപ്പുറത്ത് ഈ ഒരു ഗോളത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആ മുകളിൽ കാണുന്നതിനെ വടക്ക് അക്ഷാംശ രേഖകളെന്നും താഴെ കാണുന്നതിന് തെക്ക് അക്ഷാംശ രേഖകളെന്നും നമുക്ക് പറയാം. നടുക്ക് കാണുന്ന ആ 0 ഡിഗ്രിന് നമുക്ക് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ എന്ന് നമുക്ക് പറയാം. ഇനി പ്രധാനപ്പെട്ട ബാക്കി അക്ഷാംശ രേഖകളാണ്. 0 ഡിഗ്രി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭൂമധ്യരേഖ. 90 ഡിഗ്രിനെ നമുക്ക് വടക്ക് ഉത്തര ധ്രുവം എന്ന് നമുക്ക് പറയാം. പിന്നെ 90 ഡിഗ്രി തെക്ക് ഉള്ളതിനെ നമുക്ക് ദക്ഷിണ ധ്രുവം എന്ന് പറയാം. ഇനി 0 ഡിഗ്രിക്ക് മുകളിലോട്ടും താഴോട്ടും നമുക്ക് പറയുമ്പോൾ 23.5 ഡിഗ്രി വടക്ക് ഉള്ളതിന് ഉത്തരായന രേഖ എന്നും 66.5 വടക്കിന് ആർട്ടിക് വൃത്തമെന്നും പറയും. അതേപോലെ 0 ഡിഗ്രിക്ക് താഴോട്ട് അതായത് തെക്കോട്ട് 23.5 തെക്കാണെങ്കിൽ ദക്ഷിണായന രേഖ എന്നും 66.5 തെക്കാണെങ്കിൽ അന്റാർട്ടിക് വൃത്തമെന്നും പറയും. ഇനി രേഖാംശ രേഖകൾ. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകൾ ശ്രദ്ധിക്കൂ. ഇങ്ങനെ ഇരു ധ്രുവങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ആ രേഖകളെ നമുക്ക് രേഖാംശ രേഖകളെന്ന് പറയാം. ഇനി നേരത്തെ ഭൂമധ്യരേഖ 0 ഡിഗ്രി എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു 0 ഡിഗ്രി ഇല്ലേ, ഈ ഡിഗ്രീനെയാണ് നമ്മൾ മാനക രേഖാംശം എന്ന് പറയുന്നത്. ഈ മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലത്തിനെയാണ് നമ്മൾ രേഖാംശം എന്ന് പറയുക. ഇങ്ങനെ മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് നമ്മുടെ രേഖാംശ രേഖകളെന്ന് പറയുന്നത്. പിന്നെ മാനക രേഖാംശത്തിന് ഇരുവശവുമായിട്ട് 180 ഡിഗ്രി വീതം രേഖാംശങ്ങളുണ്ട്. ഈ ഭൂപടത്തിൽ കാണുന്ന നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യ കണ്ട എന്താണ് രേഖാംശവും അതുപോലെ അക്ഷാംശവും കൊടുത്തിട്ടുണ്ട്. 68 ഡിഗ്രി കിഴക്കും 98 ഡിഗ്രി കിഴക്കും ഈ രണ്ട് രേഖാംശത്തിന് ഇടക്കും 38 ഡിഗ്രി വടക്ക് 8 ഡിഗ്രി വടക്ക് ഈ രണ്ടിനിടക്ക് അക്ഷാംശവും വരുന്ന സ്ഥാനത്തിനകത്താണ് നമ്മുടെ ഇന്ത്യ കാണപ്പെടുന്നത്. അതുപോലെ ഇതിൽ നേപ്പാളിൻ്റെയും എന്താ പറയുക USA ചൈനയുടെ കണ്ടെത്താൻ കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൻ്റെ അകത്ത്. അത്രേ അതിൽ വരുന്നുള്ളൂ. ഇനി രാവും പകലും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഭ്രമണം നിമിത്തം ഉണ്ടാകുന്നതാണ് രാവും പകലും എന്ന്. ഈ ഭൂമിയുടെ ഭ്രമണം മൂലം സൂര്യൻ്റെ സ്ഥാനം മാറുന്നത് നമുക്ക് മനസ്സിലായി. ഇനി വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ എതിർദിശയിൽ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും വളരെ അകലെയായി സ്ഥിതി ചെയ്യുന്ന സൂര്യൻ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. ഇതൊക്കെ ഭ്രമണം നിമിത്തമാണ്. ഇതിൽ കുറേ വർക്ക് ഷീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി മാറുന്ന കാലങ്ങൾ, ഇതും കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് തന്നെയാണ്. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ചുറ്റിലും സംഭവിക്കുന്നത്. സ്കൂൾ വർഷാരംഭത്തോടെ മഴക്കാലമായി. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ 5-6 മാസക്കാലം നീണ്ടു നിൽക്കുന്നു. പിന്നെ മെല്ലെ തണുപ്പേറി വരുന്നു. അത് കഴിയുമ്പോൾ ചൂട്. മരങ്ങളിൽ ചിലത് ഇല പൊഴിക്കുന്നു, പുഷ്പിക്കുന്നു, കായ്ക്കുന്നു. ഇത് പരിക്രമണ നിമിത്തമാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്.
ഇനി ഭൂമിക്ക് എത്ര ദിവസങ്ങൾ വേണ്ടിവരും പരിക്രമണത്തിന്? 365 ദിവസം, അതായത് 1 വർഷം. ഇനിയൊരു വിമാനത്തിന്റെ വേഗത എത്രയാണെന്ന് അറിയാമോ? മണിക്കൂറിൽ ഏകദേശം 560 കിലോമീറ്റർ ആണ്. എന്നാൽ മണിക്കൂറിൽ ശരാശരി 96,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമിയുടെ പരിക്രമണം. അപ്പോൾ ഒരു വിമാനത്തിന്റെ വേഗത 560 കിലോമീറ്റർ ആണ്. നമ്മുടെ ഭൂമിയുടെ പരിക്രമണത്തിന്റെ വേഗത ചോദിച്ചാൽ 96,000 കിലോമീറ്റർ വേഗതയിലാണ് മണിക്കൂറിൽ. ഇനി അതിവർഷം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് 365 ദിവസം വേണ്ടി വരും. എന്നാൽ ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണ് ഉള്ളത്. ബാക്കിയുള്ള 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായി പരിഗണിക്കുന്നു. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും 366 ദിവസങ്ങൾ ഉണ്ടാകും. ഇതാണ് അതിവർഷം. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അത്രയേ ഉള്ളൂ ചാപ്റ്റർ. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് വേറൊരു ചാപ്റ്റർ, തൊട്ടടുത്തുള്ള വേറൊരു ചാപ്റ്റർ കൂടി നമുക്ക് നോക്കിയാലോ. 6ാമത്തെ ചാപ്റ്റർ ആണ് വൈവിധ്യങ്ങളുടെ ലോകം. ചിത്രങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ? എന്തുകൊണ്ടായിരിക്കും ഈ വ്യത്യാസം? ഇത് വ്യത്യസ്തമായിട്ടുള്ള ഭൂഭാഗങ്ങൾ അഥവാ കാലാവസ്ഥ മേഖലയിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതിന് വ്യത്യാസം കാണപ്പെടുന്നത്. അപ്പോൾ ഇതിലെ മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ. ചിത്രത്തിൽ കാണുന്ന വേട്ടയാടലിന് തയ്യാറെടുക്കുന്ന പിഗ്മികളെയാണ്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് ഇവർക്ക്. കസാവ അഥവാ മരച്ചീനിയാണ് പിഗ്മിയിലെ മുഖ്യ ഭക്ഷണം. കൂടാതെ കായ്കനികളും വേട്ടയായി കിട്ടിയ മാംസ്യവും അവർ ഭക്ഷണമാക്കാറുണ്ട്. ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ അവർ വീടുണ്ടാക്കുന്നു. പിന്നെ പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ്. അപ്പോൾ പിഗ്മികളുടെ മുഖ്യ അധിവാസ കേന്ദ്രം ഏതാണെന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണെന്ന് ഓർക്കാം. വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ, വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽ വർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കൾ. ഇങ്ങനെ ആഫ്രിക്കയിലെ മറ്റ് ഭൂമധ്യരേഖയോടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലും ഇതേപോലെ സമാന സവിശേഷതകൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടങ്ങളിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ പ്രദേശങ്ങളിലൊക്കെ ഈ സമാനമായിട്ടുള്ള സവിശേഷതകളുണ്ട്. ആമസോൺ തടങ്ങളിലെ ഗോത്രവർഗക്കാർ, മലേഷ്യയിലെ സൊമാങ്ങുകൾ, പിന്നെ ഇന്തോനേഷ്യയിലെ കുബു ദയാഗ് തുടങ്ങിയ ജനവിഭാഗങ്ങളൊക്കെ പിഗ്മികളെ പോലെ വനങ്ങളിലാണ് വസിക്കുന്നത്. അപ്പോൾ പിഗ്മികൾ ആഫ്രിക്ക, പിന്നെ മലേഷ്യയിലെ സെമാങ്ങു, ഇന്തോനേഷ്യയിലെ കുബു ദയാങ് തുടങ്ങിയ ജനവിഭാഗങ്ങളൊക്കെ പിഗ്മികളെ പോലെ വനത്തിലാണ് വസിക്കുന്നത്. ഇതെല്ലാം ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശ രേഖകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഈ മേഖലയിലെ മധ്യരേഖ കാലാവസ്ഥ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ എന്ന് പറയുന്നു. പിന്നെ മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങൾ മധ്യരേഖ കാലാവസ്ഥ മേഖലകളുടെ സവിശേഷതയാണ്. സമുദ്രമായിട്ടുള്ള മഴയും സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിൽ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങളെന്ന് വിളിക്കുന്നു. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. ആൽക്കുരങ്ങുകൾ, ലെമർ, ഒറാങ്ങുട്ടാൻ തുടങ്ങിയ കുരങ്ങ് വർഗങ്ങൾ, മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ,
വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര, ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ, പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത, വേഴാമ്പൽ തുടങ്ങിയ വൈവിധ്യപൂർണമായിട്ട് ഇവിടെ ജന്തുജാലങ്ങൾ ഉണ്ട്. ഇനി മധ്യരേഖ നിത്യഹരിത വനങ്ങൾ. വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള മധ്യരേഖ വനമേഖലകളിലെ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു. അപ്പോൾ മഹാഗണി, എബണി, റോസ്വുഡ് ഇതൊക്കെ ഭയങ്കര കാഠിന്യമായിട്ടുള്ള മരങ്ങളാണ്. നമ്മൾ എന്താ പറയുക, വീട് പണികൾക്കൊക്കെ ഉപയോഗിക്കുന്ന സ്ട്രോങ്ങസ്റ്റ് മരങ്ങളിൽ പെട്ടതല്ലേ നമ്മുടെ മഹാഗണിയൊക്കെ. അപ്പം അങ്ങനത്തെ കാഠിന്യമേറിയ മരങ്ങൾ ഉണ്ടാവാൻ കാരണം മഴയും സൂര്യപ്രകാശവും ധാരാളം ലഭിക്കുന്നതാണ്. അതുകൂടാതെ അങ്ങനെ ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ മധ്യരേഖ നിത്യഹരിത വനങ്ങളെന്ന് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയും. പിന്നെ ഇതിൽ ആൾക്കുരങ്ങുകൾ, ലെമർ എന്ന് പറഞ്ഞ ഒരു കുരങ്ങ് പോലത്തെ ഒരു ജീവിയാണ്. പിന്നെ ഒറാങ്ങൂട്ടാൻ, പിന്നെ മരങ്ങളിൽ നിന്ന് മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴജന്തുക്കൾ, അതായത് പാമ്പ് പോലത്തെ ജീവികൾ, പിന്നെ വെള്ളക്കെട്ടിൽ ജീവിക്കുന്ന ചീങ്കണ്ണി, നീർക്കുതിര, തത്ത, വേഴാമ്പൽ ഇങ്ങനെ ജീവജാലങ്ങളെയൊക്കെ ഇവിടെ കാണാം. പിന്നെ ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യം. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായിട്ടുള്ള മഴക്കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടുത്തെ ജൈവ വൈവിധ്യത്തിൻ്റെ ആധാരം. വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന എണ്ണിയാലൊടുങ്ങാത്ത സസ്യവർഗ്ഗങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ, ഷഡ്പദങ്ങൾ, വിവിധ ഇനം കുരങ്ങുകൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു. എന്നാൽ ഈ മധ്യരേഖ കാലാവസ്ഥ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളും വനങ്ങളല്ല. ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങളും കാര്യക്ഷമമായിട്ട് ഉണ്ട്. ഇനി മഴയെത്താത്ത മണൽ പരപ്പുകൾ. കലഹാരിയിലെ ബുഷ്മെൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വറെഗ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഈ ബുഷ്മെനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കലഹാരി, ബുഷ്മെൻ, പിന്നെ പശ്ചിമ സഹാറ, ത്വറെഗ് വംശജർ, അറേബ്യൻ മരുഭൂമി, ബെഡോയിനുകൾ. ബെഡോയിൻ, അറേബ്യൻ, പശ്ചിമ സഹാറ, ത്വറെഗ്, കലഹാരി, ബുഷ്മെൻ ഇതൊക്കെയാണ് ഗോത്രവർഗത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് മണൽപ്പരപ്പിൽ പറയാൻ സാധിക്കുന്നത്. 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളിൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. നേരത്തെ നിത്യഹരിത വനങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ. ഇത് 2 അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ എല്ലാ വൻകരകളിലും പടിഞ്ഞാറ് ഭാഗത്താണ് പൊതുവെ ഈ ഉഷ്ണ മരുഭൂമികളുടെ സ്ഥാനം. ഇവിടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പകല് താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. ഉഷ്ണകാലം ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മഴ തീരെ കുറവുമാണ്. ഇവിടെ കൂടുതലും കള്ളിമുൾ ചെടികൾ, അക്കേഷ്യ തുടങ്ങിയ സസ്യജാലങ്ങളാണുള്ളത്. ഇതിനധികം ജലം വേണ്ട. ഇതിന് ഇലകളില്ല, മാംസളമായിട്ടുള്ള കാണ്ഡങ്ങളാണ്. ആ കാണ്ഡങ്ങളിലാണ് അവർ ജലം ശേഖരിച്ച് വെക്കുന്നത്. പിന്നെ എന്താ പറയുക, ഇതിൽ ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങൾ, തേൾ, പല്ലിവർഗ്ഗങ്ങൾ എന്നിവ ഇവിടെ കാണപ്പെടുന്ന ജീവികളാണ്. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഉഷ്ണ മരുഭൂമികളിലെ ഗോത്രവർഗ ജനങ്ങളുടെ പ്രധാന ജീവനോപാധി. മാംസം, പാൽ, തിനവിളകൾ, ഈന്തപ്പഴം തുടങ്ങിയ വിളകളും ഇവിടുത്തെ പ്രധാന ഭക്ഷണമാണ്. അതായത് ഈന്തപ്പഴമൊക്കെ നമ്മൾ എന്താ പറയുക, അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ ഈന്തപ്പഴമൊക്കെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ മരുപ്പച്ചകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇവരെ മെയിനായിട്ട് ജനങ്ങൾ താമസിക്കുന്നത്. അപ്പം എന്താണ് മരുപ്പച്ച അഥവാ ഒയാസിസ് എന്ന് പറഞ്ഞാൽ? മരുഭൂമിയിൽ ജലം ലഭ്യമായിട്ടുള്ള ചില പ്രദേശങ്ങളെയാണ് നമ്മൾ ഒയാസിസ് അഥവാ മരുപ്പച്ചകളെന്ന് പറയുന്നത്.
അങ്ങനെയുള്ള നദീതീരം, ഇപ്പം ആഫ്രിക്കയിലെ നൈൽ നദീതീരം, ആ ഒരു നദീതടത്തിൻ്റെ അവിടെ കൃഷിയും കന്നുകാലി വളർത്തലും അതുപോലെ ഗോതമ്പ്, ചോളം, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, പരുത്തി ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഉഷ്ണമരുഭൂമിയിൽ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. അപ്പോൾ ഈ ഈജിപ്ത് നൈലിൻ്റെ ദാന, ഈ നൈൽ ഒഴുകുന്നത് കൊണ്ട് ഗുണമുള്ളൊരു സ്ഥലമാണ് ഈജിപ്ത്. അതുകൊണ്ടാണ് അതിനെ നൈലിൻ്റെ ദാന എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നൈൽ തടം ഒഴികെയുള്ള മറ്റു പ്രദേശങ്ങളെല്ലാം മരുഭൂമിയാണ്. പ്രാചീന സംസ്കാര പിറവിക്ക് സാക്ഷ്യം വഹിച്ചു എന്നത് മാത്രമല്ല, ഈ രാജ്യത്തെ കൃഷിയോഗ്യമാക്കുന്നതിന് നൈൽ നൽകുന്ന ജീവജലവും ഫലഭൂയിഷ്ടമായ മണ്ണുമാണ്. ലോകത്തെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണ് നൈൽ തടം. നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നും വിളിക്കുന്നു. പിന്നെ അറേബ്യൻ നാടുകളിൽ നമ്മൾ ധാതുക്കൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പെട്രോളിയം നിക്ഷേപങ്ങളൊക്കെ ആ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ആധാരമായിട്ടുണ്ട്. പിന്നെ മരുഭൂമി നിവാസികൾ പൊതുവെ ഇളം നിറത്തിലുള്ള അയഞ്ഞ വസ്ത്രങ്ങളായിരിക്കും ധരിക്കുക. മുഖം മറയ്ക്കുന്ന ശിരവസ്ത്രങ്ങളും അവരുടെ പ്രത്യേകതയാണ്. ഇനി മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലെ പ്രധാന മൃഗമാണ് ഒട്ടകം. ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും മരുഭൂമിയിൽ ഒട്ടകങ്ങളെയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. അതിനാലാണ് അവയെ മരുഭൂമിയിലെ കപ്പലെന്ന് വിശേഷിപ്പിക്കുന്നത്. ശരീരത്തിൽ ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാനുള്ള അറകൾ അവരുടെ ശരീരത്തിലുണ്ട്. അതുകൂടാതെ ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവും ഒട്ടകങ്ങളെ മരുഭൂമിയിൽ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ സാധിക്കുന്നു. ചേർന്നിരിക്കുന്ന കാൽവിരലുകൾ മണലിൽ പുതയാതെ സഞ്ചരിക്കുന്നതിന് സഹായകമാണ്. പിന്നെ ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ഇനി മഞ്ഞുരുകാത്ത നാട്. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലമാണ് ഇഗ്ലു. വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ടുകൾ. വർഷത്തിൽ തുടർച്ചയായി 6 മാസക്കാലം ഇവർക്ക് പകലും തുടർന്ന് രാത്രിയുമാണ്. പ്രതികൂല കാലാവസ്ഥയിലും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ച് കഴിയുന്നവരാണ് ഇന്യൂട്ടുകൾ. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ഇവരുടെ ജീവിത ഉപാധി. ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നവരല്ല. സഞ്ചാരവേളയിൽ മറ്റ് സമൂഹങ്ങൾക്ക് ആവശ്യമായ കൈമാറ്റങ്ങളും നടത്തുന്നു. തിമിംഗലത്തിൻ്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ചായിരിക്കും ഇവരുകൾ വീട് നിർമ്മിക്കുന്നത്. അതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ഇന്യൂട്ടിനെ പറ്റിയും ഇഗ്ലുവിനെ പറ്റിയൊക്കെ കണ്ടതാണ്. ഈ ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് സീല്, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായിട്ടും തുകൽ വസ്ത്രമായിട്ടും എല്ലുകൾ കൊമ്പുകൾ ആയുധങ്ങളായിട്ടും പ്രയോജനപ്പെടുത്തുന്നു. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്നും പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം അവർ മുൻകൂട്ടി കരുതി വയ്ക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായിട്ടുള്ള പാദരക്ഷകളും രോമനിർമ്മിതമായിട്ടുള്ള ഇരട്ടപ്പാളുകളുള്ള ട്രൗസറുകളും ജാക്കറ്റുകളും ഇവരുടെ പരമ്പരാഗത വസ്ത്രധാരണ രീതിയിൽ പെടും. സൈഡ് കൊടുത്താക്കുന്നതാണ് ഈ ഇന്യൂട്ടുകൾ എന്നും അറിയപ്പെടുന്നത്. പിന്നെ ഈ സ്ലെഡ്ജിൻ്റെ കാര്യമൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞു. വളർത്തു നായ്കൾ വലിക്കുന്ന പരന്ന സ്ലെഡ്ജുകളിലാണ് ഇന്യൂട്ടുകൾ സഞ്ചരിക്കുക. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന്, അതായത് 66 വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥ മേഖലയെ തുന്ദ്ര മേഖല എന്ന് വിളിക്കുന്നു. വളരെ കുറഞ്ഞ മഴയും വിരളമായ സസ്യജാലങ്ങളും വളരെ കുറഞ്ഞ ജനവാസമുള്ള ഈ മേഖല ഒരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ഉയർന്ന താപനില. അപ്പോൾ തുന്ദ്ര മേഖല എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസ് ജൂൺ മാസത്തിൽ മാത്രം അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. ഇവിടെ ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിൽ 66 ഡിഗ്രി വടക്ക് ആ ഒരു മേഖലയിലാണ്, ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന മേഖലയാണിത്. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറു സസ്യങ്ങളും കുറ്റിച്ചെടികളും ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തല ഉയർത്തുന്നു. ഉയരമുള്ള സസ്യങ്ങൾ അപൂർവമായേ കാണാറുള്ളൂ. ധ്രുവകരടികൾ, റെയിൻഡിയർ, സമുദ്ര ജീവജാലങ്ങളായിട്ടുള്ള തിമിംഗലം, സീല്, മത്സ്യങ്ങൾ തുടങ്ങിയ ജന്തുവർഗ്ഗങ്ങളും ഇവിടെ കാണാം. നമ്മൾ സീലിനെയൊക്കെ ഇവർ വേട്ടയാടുന്ന കാര്യമൊക്കെ ഇന്യൂട്ടുകളിൽ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് വായിച്ചു. പിന്നെ തിമിംഗലത്തിൻ്റെ എല്ലാവരും ആയുധമായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ്.
ഇനി ഇതിൽ ഒരു മാപ്പ് എന്നിട്ട് അതിൽ കൊടുത്താക്കുക. 0 ഡിഗ്രിക്ക് വടക്കും തെക്കും 30 ഡിഗ്രി വരെയുള്ള ആ മേഖല ഉഷ്ണമേഖല എന്നും 30 ഡിഗ്രി മുതൽ 65 ഡിഗ്രി വരെയുള്ളതിന് മിതോഷ്ണ മേഖല എന്നും 65 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലുള്ളതിന് നമ്മൾ ശൈത്യ മേഖല എന്നും പറയും. അപ്പം അത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ. അപ്പം 2 ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പം അടുത്ത ചാപ്റ്ററുകളായിട്ട് നമുക്ക് കാണാം. അതുവരെയും താങ്ക് യു.